Praise God, praise God, praise God. റിക്വസ്റ്റ് അന്യ ഭാഷ പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം അന്യഭാഷ പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞാൽ സ്തോത്രം ചെയ്താൽ സ്തോത്രം ചെയ്താൽ സ്തോത്രം ചെയ്താൽ അന്യഭാഷ പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞാൽ Dibanasi, Ottaraganasa, Uri, Himanasa, Alidiliba, Rasi, Ashaki Madarasi, Kamanashandaradana, Lenivasha, പുതുഭാഷ സംസാരിക്കട്ടെ, പുതുഭാഷ സംസാരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പുതുഭാഷകൾ സംസാരിക്കട്ടെ, പുതുഭാഷകളിൽ കൊണ്ടുവരട്ടെ. Glory, glory, glory be God, glory to God. Nasi Maharashtra, Puri Maharashtra, Rasi, Vimanasi, Rakini, Riri Maharashtra. പുതുഭാഷകൾ വെളിപ്പെട്ട വരട്ടെ, പുതുഭാഷകൾ വെളിപ്പെട്ടവർ യേശു ദൈവശക്തി വ്യാപരിക്കും, ദൈവശക്തി വ്യാപരിക്കും, ആത്മശക്തി വ്യാപരിക്കും, ആത്മശക്തി വ്യാപരിക്കും, ആത്മശക്തി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ജീസസ് മൈറ്റി നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൂതകൾക്ക് വെളിപ്പെടുന്നത് ഇപ്പൊ സമാധാനം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞിട്ട് ലാസ്റ്റ് ദൂത് പറയാം. ദൂതിലൂടെ ഇത്ര ദിവസം മനസ്സിലാക്കുന്നത് നമ്മൾ സറണ്ടർ കൊടുക്കുന്നതനുസരിച്ചാണ് എന്റെ കർത്താവ് പറഞ്ഞു പറയുന്നതാണ്. ഐസയ്യ 40:31, 40-31 വയസ്സ് 40-31 2 വചനങ്ങൾ പറഞ്ഞത് 10 തൊട്ട് പോയിട്ട് രാത്രി പ്രാർത്ഥിക്കും. 40-31 യശയ്യാപ്രവചനം 40-31. യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും. ഒന്നെന്താണ് വെയിറ്റ് upon the Lord. മനസ്സിലായോ? Wait upon the Lord. Wait upon the Lord. കർത്താവേ, ഞാൻ അങ്ങയെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ശക്തി കിട്ടത്തില്ല. കർത്താവിനെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ശക്തി ലഭിക്കത്തില്ല. ശക്തി ലഭിക്കുമോ? ഇല്ല. കർത്താവ് വരാതെ നിങ്ങൾക്ക് ശക്തി ലഭിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ പാട്ട് ഇങ്ങനെ പാടി കുറച്ച് നേരം ടൈം എന്തിനാണ്? കർത്താവ് വരാൻ വേണ്ടിയാണ്, ആത്മസാന്നിധ്യം വരാൻ വേണ്ടിയാണ്. ഓടി വന്നിട്ട് രണ്ട് അന്യഭാഷ പറഞ്ഞ് 2 പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ശുശ്രൂഷ പറഞ്ഞ് ഇത് പറഞ്ഞ് പോവാം. അവിടെ കാര്യമൊന്നുമില്ല, ശക്തി പ്രാപിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെയായിരിക്കണം ഭവനത്തിലോ. ശക്തി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. അതിനെന്ത് ചെയ്യണം? സമയം സ്പെൻഡ് ചെയ്യണം. ദൈവസനത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ദൈവം വരത്തുള്ളൂ. ഇത് ഷോർട്ട് കട്ടില്ല. സാൻഡ്വിച്ചിന്റെ പരിപാടി അല്ലെന്ന്. നമുക്ക് അറബിക് സാൻഡ്വിച്ച് കണ്ടിട്ടില്ലേ നാട്ടിലെ? അറബിക് സാൻഡ്വിച്ച് ഉണ്ട്, ഷോർട്ട് കട്ട് അല്ലേ? ആ പരിപാടി കർത്താവിൻ്റെ ഇല്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും പറഞ്ഞ ഉദാഹരണം, നിങ്ങൾ ഡോക്ടറിനെ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങളുടെ അപ്പോയിൻമെന്റ് എടുക്കണം അല്ലേ? അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങളെ പറഞ്ഞ സമയത്ത് ചെല്ലണം. സമയത്തോടെ കുത്തിയിരിക്കണം അല്ലേ? ചിലർ പറയാം, ഞാൻ ഇപ്പോൾ കണ്ടേ പറ്റുന്നോ ഇരിക്കാൻ പറ്റും. അവർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ എന്താണ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ അതൊക്കെ നോക്കി
കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് കയറ്റി അല്ലേ, എന്നിട്ട് പറയും വരാൻ പറയും. വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുക, നല്ല ദിനം നിങ്ങൾക്ക് ഓടിച്ചെന്ന് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. അവിടെ എല്ലാം നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ട്, അവിടെ എല്ലാം നിങ്ങൾക്ക് എന്തുണ്ട്, ക്ഷമയുണ്ട്. പക്ഷെ കർത്താവിനിരിക്കും മാത്രം ക്ഷമയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിനിരിക്കും മാത്രം ക്ഷമയില്ല. അപ്പം അവിടെ ഇരിക്കുന്ന യെശയ്യാപ്രവചനം ഇരിക്കുന്നത് എന്താണ്? നിങ്ങൾ ശക്തി പ്രാപിക്കണം. എന്ത് ചെയ്യണം? യഹോവയെ കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന വചനങ്ങളല്ല. ഇപ്പോൾ അങ്ങനെ വിചാരിക്കണം, നമ്മളൊരാഴ്ച മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവെ ഇവിടെ എന്തെങ്കിലും വചനം കൊടുക്കണമല്ലോ. അപ്പം ദൈവം തരുന്ന വചനമാണ് ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. So wait upon the Lord means patiently hope. അല്ലേ? Patiently hope. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹോപ്പ് ഉണ്ട്? ഹോപ്പ് വേണം അല്ലേ? സംശയം പാടില്ല. ഹോപ്പ് വേണം. എപ്പോഴും ഹോപ്പായിരിക്കും, പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. നമ്മൾ ചിന്തയിൽ നമ്മുടെ വായിലെ ശക്തി ഇരിക്കുന്നത് എത്രയോ പ്രാവശ്യം പറഞ്ഞു. നമ്മുടെ മനസ്സിലല്ല ശക്തി ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സോട് പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം കേൾക്കും, അതിന് മറുപടി കിട്ടുന്നില്ല. നിങ്ങൾ വായ കൊണ്ട് പറയുന്നതാണ് ദൈവം പ്രസ്താവിക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. വായ കൊണ്ട് നിങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മലയാളികൾ കുഴപ്പമില്ലെന്നറിയോ? ബൈബിൾ വായിക്കാൻ പറഞ്ഞവരെന്ത് ചെയ്യും? സ്വത്രം പറഞ്ഞു. സ്വത്രം പറയാൻ പറയുമ്പോൾ ബൈബിൾ വായിക്കും, ശരിയല്ലേ? ഹല്ലേലൂയ പറയുമ്പോഴത്തേക്ക് ഒരു പറയും, വേറെ എന്തെങ്കിലും പറയും. നമ്മൾ ആത്മാവിൽ പറയുന്നവർ പറയുന്നില്ല ഒരിക്കലും. ഇതുവരെ ഞാൻ കേട്ടില്ല അങ്ങനെ, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ പറയുന്നത് നിങ്ങൾ ഇന്ന കാര്യം പറഞ്ഞു, അവർ പറയത്തില്ല, വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മലയാളികളുടെ കുഴപ്പമോ? വേറെ കുഴപ്പമില്ല മലയാളികൾ. എന്താണെന്നറിയോ? പ്രാർത്ഥന കഴിയുമ്പോൾ വർഷം പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. അപ്പൊ അന്വേഷിക്കും പോയി, എല്ലാം പോയി. മനസ്സിലായ? ദൈവത്തിന് വഴി പോയിട്ട് പറയും വർഷം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച എല്ലാം കിട്ടും, ഒരു ഗുണം കിട്ടും. പ്രസൻസിനെല്ലാം സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രസൻസിനാണ് എല്ലാം സംഭവിക്കുന്നത്. ഫിഷ് ടാങ്കിനകത്ത് ഫിഷ് ജീവിക്കുന്നത് അല്ലേ? ദൈവമക്കൾ ജീവിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡിലാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് അത്ഭുതം നടക്കുന്നത്. നമ്മുടെ സഭയിൽ അത്ഭുതം നടക്കാത്തതിന്റെ കാര്യം എന്താണ്? നമ്മുടെ സഭയിൽ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട്. ദൈവകാരം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് അത്ഭുതം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ദൈവസാന്നിധ്യം വരുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഭവനത്തിൽ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ അത്ഭുതം നടക്കാത്തതിന്റെ കാര്യം എന്തുവാണ്? വിടുതൽ നടക്കാത്തതിന്റെ കാര്യം എന്തുവാണ്? കർത്താവ് വരാത്തതുകൊണ്ടാണ്. കർത്താവ് വരാത്തതുകൊണ്ട്, കാരണം വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങളാരും, അല്ലേ? വെയിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. So means to patient hope. അടുത്തതുവാ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ആരെ ട്രസ്റ്റ് ചെയ്യണം? ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം. യേശുവിനെ ട്രസ്റ്റ് ചെയ്യണം. പൂർണ്ണ ഹൃദയത്തോട് ട്രസ്റ്റ് ചെയ്യണം. He's my God. അങ്ങനെ പറഞ്ഞപ്പോൾ You are my God. എത്ര പേര് പറയാം? God, you are my God. അങ്ങനെ പറയണം. നിങ്ങൾക്ക് എപ്പോഴും സംശയം യേശുവിനെ പറ. യേശു അല്ലേ? You are my God. പറയണം. ഒരു ദൂത് പറഞ്ഞാൽ പറയണം. ദൂത് പറയാൻ ആരെങ്കിലും നിങ്ങളോട് സംശയം പറഞ്ഞാൽ പറഞ്ഞോ, എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് പറയാം? ഉറപ്പോട് പറയാം. അങ്ങനെ ഉറപ്പോട് പറയണം. കർത്താവിന്റെ സൗഖ്യമാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ വിടുതൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. പിന്നെ സംശയമില്ല അവിടെ, ഉണ്ടോ? പിന്നെ സംശയമില്ല ഇവിടെ. പിന്നെ സംശയമില്ല ഇവിടെ. ട്രസ്റ്റ് ആണ്, അല്ലേ? ട്രസ്റ്റ്. ഒന്നെന്താ? ഹോപ്പ്. രണ്ടെന്താണ്? ട്രസ്റ്റ്. ആരെ ട്രസ്റ്റ് ചെയ്യണം? കർത്താവിനെ ട്രസ്റ്റ് ചെയ്യണം. പൂർണ്ണ ഒട്ടും സംശയിക്കാൻ പാടില്ല. ഒട്ടും സംശയിക്കാൻ പാടില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമാണ്. എന്ത് മണിയോളം? കടുകുമണി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതിൻ്റെ അകത്തെന്താണ്? കൊള്ളയില്ല. ഉണ്ടോ? പൊടിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് എന്താണ്? അത് മഞ്ഞക്കുരു ഉണ്ടോ? അതിൻ്റെ അകത്തുണ്ടെന്ന് ആൻറ്റി പറഞ്ഞത്. പൊടിച്ചു നോക്കിയിട്ടുണ്ടോ ആൻറ്റി? നമ്മുടെ എണ്ണയ്ക്കതിന് മതി
അല്ലേ? പൊട്ടിത്തെറിക്കുന്നതുള്ളൂ. സ്പേസ് ഇല്ല അതിനകത്ത്, ഒട്ടും ഇല്ല, പൊള്ളയല്ല. അതാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ വലിപ്പം എത്രയാണ്? ഇച്ചിരിയേ ഉള്ളൂ അല്ലേ? കടുക് മണി ഇച്ചിരിയേ ഉള്ളൂ. താഴെ പോയി നമുക്ക് തപ്പിയെടുക്കാൻ വലിയ പാടാണ്. അത്രയും മതി വിശ്വാസം. നമുക്ക് ഉള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം? പൊള്ള പാടില്ല. ഒരുപാട് കാര്യം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ ബൈബിൾ മുഴുവൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? മുഴുവൻ ബൈഹാട്ടൊക്കെ പഠിച്ചിട്ട് വിശ്വാസം ഇല്ലെങ്കിലോ ഒരു ഗുണമില്ല. ഉണ്ടോ? ഉള്ള വിഷനും ഉള്ള ദർശനവും ഉള്ള പ്രവചനവും ഉള്ള അന്യഭാഷ എല്ലാം പറയുന്നുണ്ട്, വ്യാഖ്യാനം എല്ലാം ഉണ്ട്. പക്ഷെ വിശ്വാസം ഇല്ലെങ്കിലോ പോയി അല്ലേ? എല്ലാം ഉണ്ട്, സ്നേഹം ഇല്ലെങ്കിലോ പോയി അല്ലേ? അതല്ലേ കർത്താവ് പറഞ്ഞേ? എല്ലാം ഉണ്ട് നിങ്ങൾക്കുണ്ട്, സ്നേഹം ഇല്ലെങ്കിലോ തല വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നു. സ്നേഹം ഇല്ലെങ്കിലോ വെറുതെ ആണല്ലേ അവിടെ ഇരിക്കല്ലേ? അപ്പൊ അതുപോലെ തന്നെ വിശ്വാസം. അപ്പൊ അങ്ങനെ ഹോപ്പ്, ട്രസ്റ്റ്. അടുത്തത് പോവാ. And rest in the God's strength. Rather than rushing ahead on your own. മനസ്സിലായി? നമ്മൾ കർത്താവിൽ റെസ്റ്റ് ചെയ്യാം, റഷ് ചെയ്യാൻ പാടില്ല. എങ്ങനെ സ്ട്രെങ്ത് കിട്ടുന്നത്? ഒന്ന് ഹോപ്പ്, രണ്ടെന്തുവാ? ട്രസ്റ്റ് ചെയ്യണം. മൂന്നെന്താ? റഷ് ചെയ്യാൻ പാടില്ല, പിറു വെക്കാൻ പാടില്ല. കർത്താവിൽ റെസ്റ്റ് ചെയ്യണം. മനസ്സിലായി? യോഹന്നാൻ എവിടെ ഇരുന്നു? എന്തിനായിരുന്നേ? ചൂട് അനുഭവിക്കുക അല്ലേ? അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി. മനസ്സിലായോ? റെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, റഷ് ചെയ്താൽ കിട്ടത്തില്ല. മനസ്സിലായോ? നമ്മൾ റഷ്യൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. സാവധാനം ഇരിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ സാവധാനം ഇരിക്കണം. ശബ്ദം കേൾക്കണം. എങ്ങനെ ആയിരിക്കണം? സാവധാനം ഇരിക്കണം. ഇരുന്ന് എല്ലാം സാവധാനത്തിലേ കേൾക്കത്തുള്ളൂ. നമ്മൾ ആ പീസ് മൈൻഡ് സമർപ്പിച്ചു കൊടുക്കണം. എല്ലാം മാറ്റി വെച്ചിട്ട് എന്താണ് അതിനെന്ത് ചെയ്യണം? നമുക്ക് ടൈമാണ് അല്ലേ? അത് ഞാൻ പറയുന്നത്, നമ്മളുടെ ഒരു ടൈം നമുക്ക് കർത്താവിന് മാറ്റി വെക്കണം. എന്തെങ്കിലും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് എപ്പോഴേലും നമ്മളതിന് വേണ്ടി മാറ്റി വെക്കണം. ഒരു 1.5 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെക്കണം. നമുക്കറിയില്ല, ചീത്ത വിളിക്കും. 1.5 മണിക്കൂർ കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കില്ല ബ്രദറെ? 1.5 മണിക്കൂർ കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കും? 1 മണിക്കൂറിലാകുമ്പല്ലേ 30 വെച്ചാണെങ്കിൽ തന്നെ എത്ര ഉണ്ടാക്കല്ലേ? ഇവിടെയുള്ള അമേരിക്കാനാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. സോ അടുത്തത് നമ്മൾ ആദ്യം തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ജലത്തിലാണ് പ്രാർത്ഥിക്കുന്നല്ലേ? ജലത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെ കൊന്നു വരണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നറിയോ? എത്ര ടൈം എടുക്കുന്നറിയോ? നമ്മുടെ ജലത്തിൽ പ്രാർത്ഥിച്ച് നമ്മളതിനെ കൊന്നു വരേണ്ട തന്നെ 10 മിനിറ്റ് എടുക്കും. ശരിയല്ലേ? കാരണം ജലം പറഞ്ഞ് തന്നെ പിന്നെ പറഞ്ഞു വരും. ഈ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ സോളിലോട്ട് കയറും അല്ലേ? സോളിലുമാണെങ്കിൽ ഇത് തോട്ട്സിൻ്റെ അത് കിടക്കുന്ന കുറേ ചിന്തകളും മറ്റേ മറിച്ചും എല്ലാം ഉണ്ട്. അതെല്ലാം കൊന്നു കഴിഞ്ഞ് പിന്നെയാണ് സ്പിരിറ്റ് വരുന്നത്. സ്പിരിറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് ആവും. അന്നേരമാണ് പ്രാർത്ഥന ഉണങ്ങേണ്ട ആവശ്യം. അവിടുന്ന് പ്രാർത്ഥന ഉണങ്ങേണ്ട ആവശ്യം. അതിനാണ് നമ്മൾ വെയിറ്റിംഗ് അപ്പോൺ ദി ലോർഡ്. ഇനി കർത്താവിന്റെ വചനങ്ങളെ പ്രസന്റ് ചെയ്യാൻ പ്രാർത്ഥിക്കാം. ഈ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ പോയിയോ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത് എന്താണ് പറയുന്നത്? ഓക്കെ, ഒരു പാരബിൾ പറയുന്ന കർത്താവ് മാത്യു വായിക്കേണ്ടി വരുമോ? നല്ല പിടികിട്ടത്തുള്ളൂ. ഈ 10 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. 25 ഒരു വലിയ ഫേമസ് സ്റ്റോറിയാണത്. മാത്യു 25 വായിച്ചു. Then the kingdom of heaven shall be likened to 10 virgins who took their lamps and went out to meet the bridegroom. Okay. Now 5 of them were wise and 5 were foolish. See, 10 പേരും വിശ്വാസികളായ അല്ലേ? 10 പേരും വിശ്വാസികളവിടെ. ശരിയാണോ?
10 virgins അല്ലേ? 5 പേരിലാണ് വിളക്കുണ്ടായിരുന്നത് അല്ല, 10 പേരിൽ വിളക്കുണ്ടായിരുന്നു അല്ലേ? എന്തോ കർത്താവ് പറയുന്നുണ്ടോ? 10 പേരിൽ വിളക്കുണ്ടായിരുന്നു, ശരിയല്ലേ? So 5 of the women brought their lamps along with the extra jar of oil എന്ന് പറയുന്നു. പക്ഷെ 10 പേരിൽ 5 പേര് എങ്ങനെയായിരുന്നു? ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു, ബുദ്ധിയില്ലാത്തവരുണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് 5 brought their lamps but did not bring any backup oil അല്ലേ? മറ്റവരെന്തായിരുന്നു? So the wise virgins എന്തായിരുന്നു? 5 of the women brought their lamps along with the extra jar of oil. Extra jar of oil. അപ്പൊ എക്സ്ട്രാ ജാർ ഓഫ് ഓയിൽ ഇട്ടെങ്കിൽ എന്ത് ചെയ്യണം? ബുദ്ധി കിട്ടിയാൽ മതിയോ? നോ. ബുദ്ധിയുള്ള കന്യകമാർ അത് സംഭവിക്കുന്നു. കാത്തിരിക്കണം. ഓയിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ലേ, അല്ലെങ്കിൽ അല്ലേ? അനോയിന്റിങ്ങിനല്ലേ കാണിക്കുന്നത്. അവരെന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട സമയത്ത് ഓയിലല്ലായിരുന്നു അവരുടെ ഇരുന്നത്, മനസ്സിലായോ? അവരെന്ത് ചെയ്തു? അവർ പ്രാപിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? പ്രാപിച്ചവര് അതല്ലേ? ബുദ്ധി 5 പേരെങ്ങനെയായിരുന്നു? അവരിരുന്നു എന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാപിക്കുന്നവരായിരുന്നു. എന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാപിക്കുന്നവരായിരുന്നു. എക്സ്ട്രാ ജാർസ് ഓഫ് ഓയിൽ അവരെല്ലാം ഉണ്ടായിരുന്നു. അടുത്ത മറ്റൊരെന്താ? The foolish virgins, the other 5 brought their lamps but did not bring any backup oil. കണ്ടോ? ബാക്കപ്പ് ഓയിൽ ഓർഡർ ചെയ്തായിരുന്നു. ബാക്കപ്പ് ഓയിലെങ്കിലും പ്രശ്നമാണ്. ബാക്കപ്പ് ഓയിലെങ്കിലും പ്രശ്നമാണ്, മനസ്സിലായോ? അതിനാണ് വെയിറ്റിംഗ് അപ്പോഴല്ലോ. കർത്താവിന് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കൂടെ ബാക്കപ്പ് ഓയിൽ കിട്ടും, മനസ്സിലായോ? ബാക്കപ്പ് ഓയിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ബാക്കപ്പ് ഓയിൽ കിട്ടത്തുള്ളൂ. എല്ലാം ക്ഷീണിച്ചു പോകും. ഇവിടെ പറയുന്നത് ലോങ് വെയിറ്റ് കേട്ടോ, ലോങ് വെയിറ്റ്. അവർ ലോങ് വെയിറ്റ് അല്ലേ? അപ്പോൾ അവിടെ ഇരിക്കുന്നത് ലോങ് വെയിറ്റ്. നോക്കിയേ, വിശ്വാസികൾ എങ്ങനെയാണ് എഴുതിക്കുന്നത്? ബാക്കപ്പ് ഉള്ളവരും ബാക്കപ്പ് ഓയിൽ ഇല്ലാത്തവരെന്താണ്? ലോങ് വെയിറ്റിലായിരുന്നു, മനസ്സിലായോ? 2000 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുക അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുൾപ്പെടെ നമ്മൾ കേൾക്കുന്നതാണ് യേശുവിനെ കാത്തിരിക്കുക. യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലേ? ലോങ് വെയിറ്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സോ അതായത് അവിടെ ഇരിക്കുന്നത്, അവിടെ മീൻ ചെയ്യുന്നത്, the bridegroom was delayed for a long time, waiting upon the Lord. സത്യത്തിലാണ് waiting upon the Lord. Okay, waiting upon the Lord. സമയം അറിയിക്കാണ്. The bridegroom was delayed for a long time. യേശു പെട്ടെന്ന് വന്നോ? കാത്തിരിക്കുന്നവരെങ്കിലൂടെ കർത്താവ് വരുന്നുണ്ടോ അല്ലേ? കാത്തിരിക്കുന്നവരെങ്കിലൂടെ യേശു വരുന്നത്. യഹോവേ, കാത്തിരിക്കുന്നവർക്ക് സംഭവിക്കും, ഒരു ശക്തിയെ പുതുക്കും. എങ്ങനെ കാത്തിരിക്കുന്നത്? വ്യക്തമായിട്ട് ഒന്നെന്താണ്? വെളിച്ചമായിട്ട് വിളക്കായിട്ടിരിക്കുക. രണ്ടെന്താണ്? അഡീഷണൽ ജാർ അല്ലേ? ഓയിലുമായിട്ടിരിക്കുക. കുറച്ച് പേര് അഡീഷണൽ അല്ലാത്തവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പെട്ടെന്ന് സംഭവിച്ചതാണോ? പെട്ടെന്ന് സംഭവിക്കുന്നത്. So bridegroom was delayed for a long time. പെട്ടെന്ന് സംഭവിക്കുന്നത് എന്താണ്? And all 10 women ഒന്നിച്ചാ ഉണ്ടോ? എല്ലാവരും ഒന്നിച്ചാ. 5 പേരെന്നല്ല പറഞ്ഞത്. All 10 women fell asleep waiting for. ഉണ്ടോ? 10 പേര് ഉറങ്ങിപ്പോയി. 10 പേര് ഉറങ്ങിപ്പോയെന്നോ? ശരിയല്ലേ? ബുദ്ധിയുള്ള 10 പേര് ഉറങ്ങിപ്പോയി. 5 ബുദ്ധിയുള്ള 5 ഉറങ്ങിപ്പോയി, അല്ലാത്തവർ ഉറങ്ങിപ്പോയി. കുത്തിയിരുന്ന അടുത്ത ഉറങ്ങിപ്പോയി 2 പേരും. പ്രൈസ് ഗോഡ്. കർത്താവിനെ കാത്തിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ സംഭവിക്കും. എനിക്ക് സംഭവിക്കാറുള്ള കാര്യം പറഞ്ഞു കേട്ടോ.
എന്ത് സംഭവിക്കാനുള്ള കാര്യം പറയുന്നത്. ആശയം കഴിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ബോഡി ഉറങ്ങിപ്പോകും, ആത്മാവ് ഉണർന്നിരിക്കും. എത്ര പേർക്ക് തോന്നുന്നു മനസ്സിലാകുന്നത്? ഇരുന്നെങ്കിലേ ആത്മാവ് ഉണരത്തുള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് പോയാലോ ആത്മാവ് ഉറങ്ങും, ബോഡി ആക്റ്റീവായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളവിടെ പ്രാർത്ഥിച്ച് എന്നോട് വൈഫ് വല്ലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഉറങ്ങുന്നില്ല. ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക, നീ എന്നെ വിളിച്ചെന്തിനാന്ന് ചോദിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ ഉറങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. ഇടയ്ക്ക് വൈഫ് ചോദിക്കുന്നു ഉറങ്ങുവാണ്. പക്ഷെ നമ്മൾ വലിയ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ആത്മാവിൽ. അന്നേരം പക്ഷെ പുറമേ എന്താണ് ജഡം നോക്കുമ്പോൾ എന്താ നമ്മളിരുന്ന് ഉറങ്ങുമോ? എനിക്ക് വിഷയം തരുന്നത് അങ്ങനെ, അല്ലെങ്കിൽ എനിക്കുള്ള ദർശനങ്ങൾ കിട്ടുന്നത് പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ജഡം കുറയും, അല്ലെങ്കിൽ ജഡം വീക്കാവും. ജഡം വീക്കായി കഴിയുമ്പോഴത്തേക്ക് ആത്മാവ് ഉണരും. പക്ഷെ എന്ത് വേണം? അവരെന്താ ചെയ്യുന്നത്? ലോങ് ടൈം വെയിറ്റ് ചെയ്തു കേട്ടോ. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു അല്ല, 2 മണിക്കൂറാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് ലോങ് ടൈം. എന്ത് പറ്റി? അറൈവൽ എപ്പോഴാണ് പറയുന്നത്? അറൈവൽ at midnight. Arrival at midnight. നിങ്ങൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഇരിക്കുന്നു സാർ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം 8 മണിക്ക് 7 മണിയാകുമ്പോൾ നിങ്ങൾ ഇരിക്കുക. ഒരു 6 മണിയാകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കും. എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്? ബോഡി ഭക്ഷണം കഴിക്കരുത്, ശരീരം കൊല്ലാമെന്ന് പോലെ ശരീരം പോകും. പ്ലീസ് 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്. ശരിയല്ലേ? 5 മണി 6 മണിക്ക് ശേഷം നിങ്ങൾ ഡിന്നർ കഴിക്കരുത്. നിങ്ങൾ ശരീരം നിങ്ങൾ ചീത്തയായി കളയും. നിങ്ങൾ ശരീരം ചിലർ പാതിരായ്ക്ക് എഴുതാൻ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. പിള്ളേരൊക്കെ കഴിക്കുന്ന കാണാം. രാവിലെ ഞങ്ങളുടെയൊക്കെ കുക്കിംഗ് റേഞ്ചിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കാണാം. രാവിലെ കഴിച്ചതിൻ്റെ രാത്രി കഴിച്ചതിൻ്റെ ഒക്കെ ഞാൻ പേര് പറയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ചീത്ത വെച്ചിട്ട് നമ്മുടെ സ്റ്റൊമക്കിനെ ചീത്തയാ, നമ്മുടെ എന്താ പറയുക ആരോഗ്യത്തിന് ചീത്തയത്. 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്താ ഡോക്ടേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ ജോലി വരുമ്പോൾ 1 ഉണ്ടായിക്കണം. അപ്പോൾ 1 നിങ്ങൾ കുക്ക് ചെയ്തിട്ട് നേരെ പോയി കുളിച്ചിട്ട്, അല്ലെങ്കിൽ കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് 7 മണിയാകുമ്പോൾ കഴിച്ചേക്കണം മാക്സിമം. അതല്ല, നമ്മൾ സമയം നമ്മൾ എല്ലാം ഷെഡ്യൂൾ ആക്കണം. പിന്നെ നമ്മൾ 2 വർഷത്തിനൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കണം. ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ടാണ്. പിള്ളേരിരിക്കത്തില്ല, കുറച്ച് നേരം പിള്ളേരൊക്കെ ഇരുന്ന് പോകും, എന്നാലും സാരമില്ല. കുറച്ച് നേരം വരെ പിടിച്ചിരുത്തി 15 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ അവർ ഇരിക്കുമായിരിക്കും, 2 പാട്ടൊക്കെ പഠിച്ച് വരിക്കുമായിരിക്കും. പിന്നെ അവരുടെ വഴിക്കും അവരും പോകും. പക്ഷെ നമ്മളവിടെ ഇരിക്കണം അല്ലേ? നമ്മൾ ഇരുന്നിട്ട് എത്ര മണി വരെയാണ് അവിടെ ഇരിക്കുന്നുണ്ടോ? അർദ്ധരാത്രി ചാടി കഴിഞ്ഞിട്ട് ഓടും ആണ്. നിങ്ങൾ അർദ്ധരാത്രി പ്രാർത്ഥിക്കായിരിക്കും, അങ്ങനെയല്ലേ പറഞ്ഞത്? നോ, ഞാൻ പറഞ്ഞത് വൈകുന്നേരം 7 മണി തൊട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളൊന്ന് ഫ്രീ ആയി ഒരു ടോക്കൊക്കെ കഴിഞ്ഞ് അല്ലേ, എല്ലാവരുമായിട്ട് ഫാമിലിയൊക്കെ ടോക്കൊക്കെ ചെയ്ത് പോട്ടെ. 8 മണി മാക്സിമം ആയിക്കോട്ടെ, അല്ല 9 മണി ആയിക്കോട്ടെ സിസ്റ്റർ, 9 മണി ആയിക്കോട്ടെ. 9, 10, 11, 12, 4 മണിക്കൂർ കേട്ടോ. അല്ല 10 മണിക്ക് ഇരിക്കുക, അർദ്ധരാത്രിയിലോട്ട് അങ്ങ് പോകും. അന്നേരം ആര് വരും? അന്നേരം കർത്താവ് വരുന്നത്. ആദാമ ഹവ്വായിൽ അല്ലേ ഏതെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണി എടുത്തോണ്ടിരുന്നു. അവർ ചുമ്മാ ഇരിക്കുമല്ലോ, അത് പണിയായിരുന്നു അവർക്ക്. ഒരു തോട്ടമൊക്കെ നോക്കി വെള്ളം കഴിച്ച് വെച്ച് അവർക്ക് പണി കൊടുത്തിരുന്നു. കർത്താവ് പണി കൊടുത്തിരുന്നു, വെള്ളമൊക്കെ ഒഴിച്ച് അല്ലേ. നിങ്ങൾ പറയുമോ? ചില ചുമ്മാ ഇരിക്കുമൊന്നുമല്ലായിരുന്നു, വർത്താനം പറഞ്ഞിരിക്കുന്നത് അല്ല, അവർക്ക് പണിയുണ്ടായിരുന്നു. വർത്താനം പറഞ്ഞിരിക്കുകയല്ലേ അതാണോ? അല്ല, അതിനിടയ്ക്ക് അത് മറ്റേ പുള്ളി വന്നോണ്ടിരുന്ന സാത്താൻ വന്ന് അവനെ ഹവ്വായെ ആകർഷിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വന്ന് ഹവ്വായോട് സംസാരിക്കുമായിരുന്നു. ആരാ? സാത്താൻ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. വൈകുന്നേരം അവസ്ഥ വരുന്നത് അല്ലേ? വെയിലാറിയപ്പോ കർത്താവിന് ഇഷ്ടമുള്ള സമയം വെയിലാറുമ്പോഴാണ് വരുന്നത്. വൈകുന്നേരം നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കർത്താവ് വരുന്നത്.
കാരണം നമ്മൾ ബിസി എന്നറിയാം, കർത്താവ് അറിയാം, പകൽ മുഴുവൻ ബിസി എന്നറിയാം. പിന്നെ കർത്താവ് വരുന്നത് വെളുപ്പിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴത്തെ വെളുപ്പിനെയാണ്. കാരണം അങ്ങനെ പറ്റി എഴുന്നേക്കത്തിന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? വിളിച്ചാൽ എഴുന്നേക്കത്തില്ല, കവറുകളാണ് എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ at midnight a short announced. അനൗൺസ് ചെയ്താൽ അറിയോ? A short announced, the bridegrooms approach. അനൗൺസ് ചെയ്യുന്നത് the Holy Spirit. The Holy Spirit അനൗൺസ് ചെയ്യുന്നത്. ആര് വരുന്നുണ്ട്? ക്വിക്കിൻ ചെയ്യും നമ്മളെ ഉണർത്തും. ആരുണർത്തുമെന്നറിയാമോ? ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഉണർത്തും പെട്ടെന്ന്. യേശു വന്നിട്ടുണ്ടെന്ന് പറയും, യേശു വരുന്നെന്ന് പറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൂതന്മാരാദ്യം മുന്നേ വരും. മനസ്സിലായോ? ദൂതന്മാരാദ്യം മുന്നേ വരും. പരിശുദ്ധാത്മാവാണ് കൂടുതൽ വരുന്നത്. As they wake up, trim their lamp. അവിടെയാണ് കേട്ടോ. They wake up to trim their lamps. The foolish virgins realized they were running out of oil. അവിടെയാണ് ബുദ്ധിമതികളായ സ്ത്രീകൾക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ബുദ്ധിമതികളായ ബുദ്ധിയുള്ള വിശ്വാസികൾക്ക് സംഭവിച്ചു. അവർ ഓയിലുള്ളതുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റു. അവർ വീണ്ടും വിളക്ക് കത്തിച്ചല്ലേ. മറ്റവരെന്ത് ചെയ്തു? കത്തിക്കാൻ പോലും പറ്റിയില്ല. കാരണം സംഭവം ഷോർട്ടായി പോയി അല്ലേ. സ്റ്റോക്കില്ല. ആത്മാവിന്റെ സ്റ്റോക്കില്ല. അവർക്ക് പോയി തീർന്നു. ഹല്ലേലൂയ. ഇന്നൊരു പ്രാക്ടീസ് ചെയ്യണം. രാത്രി നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാം കഴിഞ്ഞ് പോയിരിക്കണം ബത്തേലോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ മുറിയിൽ ഒരു പായിട്ട് ഇരിക്കണം. മാത്രമേ എഴുന്നേക്കാവുള്ളൂ. ആരൊക്കെ വന്ന് വിളിച്ചാലും എഴുന്നേൽക്കണം. ഇവിടെയാണ് റിജക്ഷൻ നടക്കുന്നത്. സോ അവരെന്ത് ചെയ്യുന്നറിയോ? They asked borrow oil from the wise, but they were asking enough share. ഉണ്ടോ? ഷെയർ ചെയ്യാൻ അവിടെ ഇല്ലായിരുന്നുണ്ടോ? അവരെന്ത് ചെയ്തു? The foolish virgins had to run to the marketplace to buy more. ആ സമയത്ത് പാസ്റ്റർമാരെ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥിക്കാമെന്നിരിക്കും. ശരിയല്ലേ? ആ സമയത്ത് പാസ്റ്റർമാരെ വിളിക്കുന്നത് 11 വിളിക്കാൻ പറയും, പാസ്റ്ററിൻ്റെ ആത്മാവ് കുറഞ്ഞിരിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അവർ മാർക്കറ്റിൽ പോയെന്നായിരിക്കുന്നത് അല്ലേ, വാങ്ങിക്കാൻ പോയെന്നാണ്. ഇന്ന് പരിശുദ്ധാത്മാർ വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉടനെ പറഞ്ഞത് ഞാൻ വിളിക്കാൻ രാത്രി ആരും വിളിച്ച് എടുക്കാറില്ല. അല്ല അതുപോലെ മെസ്സേജ് ഇട്ട് എൻ്റെ അർജൻറ്റായിട്ട് വിളിക്കണം പ്ലീസ്. അങ്ങനെ ചാകാൻ പോകുന്നവരെ കിടം വിളിക്കാതിരിക്കുമ്പോൾ എടുക്കും. അല്ലാതെ വിളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് എടുക്കാറില്ല. കാരണം നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ഉഴപ്പൊന്നും എനിക്ക് ഇഷ്ടമില്ല. നമ്മുടെ പ്രാർത്ഥന സമയത്ത് ആര് വിളിച്ചാൽ ഞാൻ എടുക്കാറില്ല. അത് ശേഷമുള്ളൂ ഞാൻ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിളിക്കത്തുള്ളൂ. അത് അന്ന് തിരക്കില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിക്കും. മീൻസ് അതുപോലെ അർജൻറ്റ് അല്ലെങ്കിൽ. അവിടെ എഴുതിക്കുന്നത് എന്താണ്? 5 പേരുടെ സ്റ്റോക്കുണ്ട്. സ്റ്റോക്കില്ലാത്തവർ എന്ത് ചെയ്തു? അവർ ആ സമയത്താണ് അവർ വാങ്ങിക്കാൻ പോകുന്നുണ്ടോ. ആ സമയത്ത് അവർ ഓർത്തത് എന്താണ്? എണ്ണ വേണമെന്ന്. കർത്താവ് വന്ന് മുന്നിരിക്കുമോ? കർത്താവ് വന്ന് മുന്നിരിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് എണ്ണ വാങ്ങിക്കുന്ന കാര്യം. നോ. ഹല്ലേലൂയ. അപ്പോൾ ഇത് രാത്രി ഓർത്തോണം കേട്ടോ, എണ്ണ വേണം നമുക്ക്. നമ്മൾ വചനം വായിക്കണം എപ്പോഴും. കിട്ടുന്ന സമയം എല്ലാം വചനം വായിക്കണം, ധ്യാനിക്കണം. പ്രൈസ് ഗോഡ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. കിട്ടുന്ന സമയം എല്ലാം പ്രാർത്ഥിക്കണം, നമ്മൾ വർഷിപ്പിക്കണം. എണ്ണ സ്റ്റോക്ക് ചെയ്യണം. നമ്മുടെ എണ്ണ സ്റ്റോക്ക് ചെയ്യണം. സോ അവിടെ റിജക്ഷൻ എന്ന് പറഞ്ഞല്ലേ. The foolish virgin had to run to the marketplace buy more while they were gone in the bridegroom arrived. So the 5 wise women entered the banquet, and the door was permanently locked. Hallelujah. Locked.
ഇവിടെ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റും. ഇവിടെ ചിന്തിക്കാൻ പറ്റും. സോ ഓയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാം, സിംബലൈസ് പേഴ്സണൽ ഫെയ്ത്ത് അല്ലേ. നമുക്കൊരു ഫെയ്ത്ത് ആണ് ചിന്തിക്കുക അല്ലേ. ഓയിൽ പരിശുദ്ധാത്മാവിന്റെ അല്ലേ അനോയിന്റിങ് ആണ്, അതുപോലെ ഫെയ്ത്ത് ആണ്. 2 ഗ്രേസ് ആണ് ചിന്തിക്കുക, ഗ്രേസ് അല്ലേ. 3 എന്താണ്? ഹോളി സ്പിരിറ്റ് അല്ലേ. ആ ഓയിൽ എന്താണ്? 1 ഗ്രേസ് ആയിട്ട് ചിന്തിക്കാം, 2 എന്താണ്? ഹോളി സ്പിരിറ്റ് ആയിട്ട് ചിന്തിക്കാം, 3 എന്താണ്? ഒരു എന്താണ്? ഒരു പേഴ്സണൽ ഫെയ്ത്ത് ആണ് ചിന്തിക്കാം. ഹല്ലേലൂയ. അപ്പൊ ഇത് ഒരിക്കലും നമുക്ക് ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിൽ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഫെയ്ത്ത് നമുക്ക് മറ്റുള്ളവർ ആരുടെ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഫെയ്ത്ത് നമ്മൾ തന്നെ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണം, നമ്മൾ തന്നെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം. 2 എന്താണ്? ഹോളി സ്പിരിറ്റ് നമ്മൾ തന്നെ ഹോളി സ്പിരിറ്റുമായിട്ട് എന്ത് ചെയ്യണം? ഇന്റിമസി ഉണ്ടാക്കിയെടുക്കണം. 3 എന്താണ്? ഗ്രേസ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ കർത്താവിന്റെ ഗ്രേസ് നമ്മൾ തന്നെ കൃപ അല്ലേ. കൃപ ദൈവത്തിന്റെ ഗ്രേസ് നമ്മൾ കർത്താവിന് ചോദിച്ച് ഗ്രേസ് ഉണ്ടാകും. ഹല്ലേലൂയ. സോ ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, നമ്മൾ മറ്റുള്ളവരെ അല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. എങ്കിലേ ഉള്ള ആരുമായിട്ട് ജീസസുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിലുള്ള ജീസസ് വരുമ്പോഴത്തേക്കും എടുക്കപ്പെടത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് ഓയിൽ കുറയാതെ അല്ലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ നിത്യത്തിൽ പോകണമെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവും? ഇല്ല. ഭാര്യ കൂടെ ഉണ്ടാവും? ഇല്ല. ഉണ്ടാവും? ഒറ്റയ്ക്കാണ് പോകേണ്ടത്. ശരിയാണോ? അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വന്ന് എന്നെ ശല്യപ്പെടുത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നടക്കുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്പിരിച്വൽ കാര്യത്തിൽ നമ്മൾ സ്വാർത്ഥരായിരിക്കണം. ശരിയല്ലേ പക്ഷേ? വേറെ ഒന്നിനും സ്വാർത്ഥതരല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യത്തിൽ നമ്മളെ മക്കളെ നോക്കാൻ പാടില്ല, ഭാര്യയെ നോക്കാൻ പാടില്ല. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളിരുന്ന് വചനം വായിക്കുകയും ചെയ്യണം. അവിടെ നമ്മൾ ഭാര്യ ഹെൽപ്പ് ചെയ്യാൻ പോയെന്നോ അല്ലെങ്കിൽ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയെന്നോ പറഞ്ഞൊരു കാര്യമില്ല. ശരിയല്ലേ? മാർത്തയും മറിയുടെ കാര്യം നമുക്ക് കർത്താവിനെ പറഞ്ഞല്ലേ അല്ലേ? ശരിയല്ലേ? മറിയ എന്ത് ചെയ്തു? കർത്താവിന്റെ പാദം കൊടുത്ത് പോയി നല്ലത് തിരഞ്ഞെടുത്തു. മാർത്തന് സംഭവിച്ചു? കുക്ക് ചെയ്യാൻ പോയി. പുള്ളിക്കാരത്തിൽ ചെയ്ത് നല്ല കാര്യമാണ്. ക്രിസ്തു വന്നപ്പോൾ എല്ലാം കൊടുക്കണ്ടേ? പ്രത്യേക യേശുവിന് വല്ലതും കൊടുക്കണ്ടേ? ശരിയല്ലേ? പക്ഷേ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. പ്രാപിച്ചത് മറിയ. മാർത്ത കുക്ക് ചെയ്ത് നടന്നു. കർത്താവിൽ നിന്ന് എന്തെല്ലാം മറിയ ആ സമയത്ത് പ്രാപിച്ചത് മറിയക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദൈവസന്നിധി ഇരുന്നെങ്കിൽ മാത്രമേ പ്രാപിക്കത്തുള്ളൂ, ഇല്ലാതെ പ്രാപിക്കത്തില്ല. മനസ്സിലായോ? പഴയ എക്സ്പീരിയൻസ് ഒന്നും കർത്താവ് നോക്കത്തില്ല കേട്ടോ. പിശാചിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണ്ട. മനസ്സിലായോ? ഞാൻ ഇന്നലെ പിശാചിനെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഇന്ന് ആ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പിശാചിൻ്റെ കയറ്റുന്ന പിശാചിനെ കൊടാന്ന് പറയും. ഇന്ന് നിന്നെ എന്നാ ഉണ്ടെന്ന് ചോദിക്കും, ശക്തി ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പഴയ ഇന്നലെ ഞാൻ പിശാചിനെ പുറത്താക്കി, ഇന്നലെ ഡീമനെ പുറത്താക്കി, ആ പവർ വെച്ച് ഞാൻ ഇന്ന് എന്നിട്ട് പറയുക ഞാൻ ഇന്നലെ പുറത്താക്കി നിന്നെ. അവിടെ ഇന്ന് ആ യേശുവിൻ്റെ നാളത്തെ ഇന്നലെ പുറത്താക്കി, ഇന്ന് നീ പുറത്താക്കാൻ പറഞ്ഞാൽ പോകത്തില്ല. ഇന്ന് നിന്റെ എന്തുണ്ട് അതാണ് നോക്കുന്നത്. മനസ്സിലായോ? ഇന്നലെ കർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഇന്ന് ഞാൻ സംസാരിച്ചോ? അതാണ് ദൈവം നോക്കുന്നത്. ഇന്നലെ ഞാൻ ദൈവമായിട്ട് ദർശന സ്വപ്നമൊക്കെ കണ്ടിരുന്നു, ഇന്നലെ ദൈവമായിട്ട് ഞാൻ ഇടപെട്ടിരുന്നു. മീൻസ് ഇന്ന് ഞാനുമായിട്ട് എന്ത് സംസാരിച്ചു? ഇന്ന് ദൈവത്തോട് ഇടപെട്ടോ? ഇന്ന് ഞാൻ ദിവസം ഇരുന്നോ? അപ്പം അന്നെന്നുള്ളതാണ് നമ്മൾ പ്രാപിക്കണം, അന്ന് പ്രാപിക്കണം. അതാണ് എക്സ്ട്രാ ഓയിൽ എന്ന് പറയുന്നത്. പഴയതല്ല, പുതിയ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കണം എന്നും. ഇല്ലെങ്കിൽ മണവാളം വരും, എടുക്കപ്പെടണമെന്നില്ല, തള്ളപ്പെട്ട് പോകാം. മനസ്സിലായി? തള്ളപ്പെട്ട് പോകാം. ഏറ്റവും കൂടുതൽ തള്ളപ്പെടുന്ന പോകുന്ന ആരാന്നറിയാമോ? വിശ്വാസികളാണ്. ഏറ്റവും തള്ളപ്പെട്ട് പോകുന്ന ആരാ? വിശ്വാസികളാണ്. ശരിയല്ലേ? കർത്താവ് പറഞ്ഞ 2 പേര് അരച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പോവും, 2 പേര് കിച്ചണിൽ നിൽക്കുന്ന ഒരാൾ പോവും അല്ലേ? 2 പേര് കിടക്കുന്നു, പോവും, ഒരാൾ പോവും.
മറ്റൊരാൾ പോകും, രണ്ടുപേരും വയലിൽ നിൽക്കുന്നു, ഒരാൾ പോകും, അല്ലേ? ശരിയല്ലേ? കർത്താവ് ഏത് സമയത്തും വരെ കള്ളം വരുന്നതല്ലേ വരുന്നത്, അല്ലേ? കള്ളൻ എപ്പം വരുന്നത്? എപ്പം വേണം, ആരോട് പറയാതെ വരുന്നത്. ഏത് സമയത്തും കർത്താവ് വരാം. പക്ഷെ റെഡിയായിട്ട് നിൽക്കുന്ന ആരാണ്? റെഡിയായിട്ട് ആരാ നിൽക്കണം? നമ്മൾ റെഡിയായിട്ട് നിൽക്കണം. നമ്മളിൽ ഓയിലുണ്ടാവണം. ഹല്ലേലൂയ. ഇന്ന് മുതൽ തീരുമാനം എടുക്കുക. എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ എന്നും ടൈം സ്പെൻഡ് ചെയ്യും, പ്ലീസ്. എന്തൊരു ഈസിയാ. നിങ്ങൾക്കൊരു 45 മിനിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല? കർത്താവ് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റുമല്ലോ, തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. എന്തെല്ലാം നമ്മൾ ഒഴിവാക്കാൻ പറ്റും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. എന്തെല്ലാം ഒഴിവാക്കാം? എന്നാൽ എന്തെല്ലാം നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് നിന്ന് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? പക്ഷെ അതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ ചെയ്യേണ്ട കർത്താവ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റേ പിന്നെ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പോൾ പിള്ളേരെന്ന് ഒരേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, മൺഡേ എനിക്ക് ഹോളിഡേ ആണ്, ഞാൻ ചെയ്തു തരാം. കുറേ കാര്യങ്ങളുണ്ട്, ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, മൺഡേ ഹോളിഡേ ആണ്, എന്നാലും ചെയ്തു തരാം. മനസ്സിലായോ? കാരണം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തോട്ട് ചാടി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ അതിൻ്റെ അകത്തായി പോകും. അപ്പം എൻ്റെ പ്രാർത്ഥന മുടങ്ങും, എൻ്റെ വചനം ചെയ്യാനും മുടങ്ങും. മനസ്സിലായോ? അപ്പം ഞാനെന്ത് ചെയ്യും? അതങ്ങ് മാറ്റി വെക്കും. എനിക്ക് വേണ്ട, അതങ്ങ് മാറ്റി വെക്കും. അതൊക്കെ മാറ്റി വെക്കും. എന്നിട്ടത് ഓഫുള്ള ദിവസം അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തും. ഇപ്പം മോടെ വണ്ടിയുടെ കീ പോയി കിടക്കും, കീ കാണുന്നില്ല. അവൾ പറഞ്ഞ വണ്ടിക്കകത്തിട്ട് ലോക്ക് ചെയ്തിരിക്കും. അപ്പം ഒരാഴ്ചയല്ലേ, ഒരാഴ്ചയൊന്നും അറിയത്തില്ല. ഇതുവരെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. അത് അതിൻ്റെ പുറകെ പോകണമെങ്കിൽ ഒരു മണിക്കൂർ എൻ്റെ നിൽക്കണം, തുറക്കാൻ പിടിക്കാനൊക്കെ. ഇല്ല, എനിക്ക് തുറക്കാൻ അറിയാം. 1 മണിക്കൂർ എടുക്കും തുറന്ന് വരുമ്പോൾ. അല്ല, വേറെ ബലൂൺ പ്രസ്ഥാനമുണ്ട് എൻ്റെ ഡോറിനകത്ത് വെച്ചിട്ട്, ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു 45 മിനിറ്റ്സ് മെനക്കേടാത്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഷെഡ്യൂള് ആ 45 മിനിറ്റ്സ് ഇവിടെ പോകുമ്പോൾ എൻ്റെ അവിടെ കുറയും, കർത്താവുമായിട്ടൊരു ബന്ധം കുറയും. മനസ്സിലായോ? എൻ്റെ കർത്താവുമായിട്ടൊരു ബന്ധം കുറയും. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വരുക. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം കർത്താവിനെ എന്ത് ചെയ്യണം? ബ്രദർ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഫാസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും? എല്ലാം ഒന്നും ചെയ്യണ്ട, എല്ലാം എങ്ങനെ ചെയ്യും? മാനേജ് ചെയ്യും. എല്ലാം ഞാൻ മാനേജ് ചെയ്യുന്നത് എനിക്കറിയാം അങ്ങനെ മാനേജ് ചെയ്യണം. കൃപയാൽ എൻ്റെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ദിവസം എല്ലാം മാറ്റി വെക്കും. ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം മാറ്റി വെക്കും. പലതും മാറ്റി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അത് ചെയ്യേണ്ട സമയം ആകുമ്പോൾ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പം ഇന്ന് രാത്രി നമുക്ക് ചെയ്യാം, ഇന്നല്ല നാളെ പോലും, അല്ല ഇന്ന് രാത്രിയും കിടന്ന് ചെയ്യാൻ കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പോയിട്ട് കിടന്നുറങ്ങുമല്ല, പോയിരുന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കും. ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? എക്സ്ട്രാ ഓയിൽ ഉണ്ടാക്കും. എക്സ്ട്രാ ഓയിൽ ഉണ്ടാക്കി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് ബോഡിയെ കൊല്ലും. കൊന്നിട്ട് എന്ത് ചെയ്യും? സോളിനെ കൊല്ലും. ആത്മാവിനെ ഉണർത്തും. ആത്മാവിനെ ഉണർത്തി കർത്താവായിട്ട് മിങ്കിൾ ചെയ്ത് ഉറങ്ങും. വെളുപ്പിനെ വീണ്ടും കർത്താവിനെ എഴുന്നേൽപ്പിക്കും, വീണ്ടും എഴുന്നേൽക്കും. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും രാവിലെ എഴുന്നേൽക്ക് 45 മിനിറ്റ് 1 മണിക്കൂർ ഇരിക്കും ദിവസത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീണ്ടും നെക്സ്റ്റ് ഡേ അല്ലേ, വീണ്ടും ഞാൻ അടുത്ത ദിവസം എനിക്ക് കിട്ടുന്ന ടൈം, ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ടൈമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് ടൈമുണ്ട്. ആ ടൈം ഞാൻ വീണ്ടും കർത്താവിൻ്റെ സ്ഥലത്തിലിരിക്കും. അങ്ങനെ ഇരുന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ ടൈം ഫിക്സ് ചെയ്യണം. വേറെ ഒന്നും, ആരൊക്കെ ആ സമയത്ത് വന്നാലും ചവിട്ടി പുറത്താക്കണം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും, വൈഫ് എന്തെങ്കിലും പറഞ്ഞൊന്നും ഞാൻ മിണ്ടത് പോലും ഇല്ല, കാത്ത ഭാഗത്തിലിരിക്കും. അങ്ങനെ 2 പ്രാവശ്യം പറയുമ്പോൾ പിന്നെ അങ്ങ് അറിയപ്പെടും. എന്താണ് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മനസ്സിലാവും, പ്രാർത്ഥിക്കാം, പൊക്കോളും. റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലോ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. അന്നത്തെ ദിവസം പോകാം, അല്ലേ പക്ഷേ അന്നത്തെ ദിവസം പോകാം. അങ്ങനെ ആ പ്രാർത്ഥന ഉണങ്ങും. ഹല്ലേലൂയ. യാത്രയിൽ എന്ത് ചെയ്യും? യാത്രയിൽ 45 മിനിറ്റ്സുകൾ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും, വർഷിപ്പൊക്കെ കേട്ട് പാട്ട് പാടി ഇങ്ങനെ കർത്താവിനോട് സംസാരിച്ചു പോകുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ജോലിയിലടങ്ങി ഇങ്ങനെ അന്യ ഭാഷയൊക്കെ പറഞ്ഞ് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ 24 അവേഴ്സും നമ്മൾ പ്രാർത്ഥനയിലാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഓർക്കത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ, കാരണം നമ്മൾ ശരിക്കും ഡീപ്പ് സ്ലീപ്പ് ആയപ്പോൾ നമ്മൾ ഉറങ്ങിയില്ല. പക്ഷേ നമ്മൾ ആത്മാവ് ഉണർന്നിരിക്കും. അങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പല വിടുതലുകൾ നടക്കാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി പ്രാപിക്കും. അതാ കർത്താവ് ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞത്. എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവര്
ശക്തിയെ പുതുക്കും. അവരെന്ത് ചെയ്യും? കഴിയന്മാരെ പോലെ ചിറകടിച്ച് കയറും, ഉയരത്തിലോട്ട് കയറും. ഹല്ലേലൂയ. അത് രാത്രി ശക്തി ഉണ്ടെങ്കിൽ മാത്രം ഉയരത്തിലെ പോകത്തുള്ളൂ കേട്ടോ, ഇല്ല നിങ്ങൾ താന്ന് തന്നെ കിടക്കും. ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നിങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബലൂണിൻ്റെ മറ്റേ നൈട്രജൻ കയറ്റിയ ബലൂൺ അല്ലേ, അതെന്ത് ചെയ്യും? ഹീലിയം അല്ലേ, അതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് എയർ അടിച്ച് കയറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അവൻ്റെ ഭാരം കുറയും, അതിങ്ങനെ ആകാശത്തിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കും അല്ലേ, അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതുപോലെ രാത്രിയിൽ നിങ്ങൾ ഓയിൽ വർദ്ധിക്കുന്നതനുസരിച്ച്, നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കുന്നതനുസരിച്ച്, നിങ്ങളുടെ വിശുദ്ധ ജീവിതം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉയരത്തിലോട്ട് പ്രവേശിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. ഇത് രാത്രി ദൈവം തന്ന വചനത് കേട്ടോ, ഏറ്റെടുക്കണത്. യെസ്, ഏറ്റെടുക്കണം. പക്ഷെ വലിയ കൊയ്ത്ത് ദൈവം കാണിക്കുക. ഒരുപാട് കൊയ്യുവാൻ നടന്ന ഒരുപാട് കൊയ്ത്ത് മുന്നിൽ കിടക്കും. ഒരുപാട് കൊയ്ത്ത് അരിവാട് പോയിട്ട് ഇറങ്ങണമെന്ന് പറയുന്നത്.